നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PCOD, PCOS ഉള്ളവർക്കുള്ള ഡയറ്റ് പ്ലാനെ കുറിച്ചാണ്. PCOD എന്ന ലേഡീസിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അതായത് ഹോർമോൺസിൻ്റെ ഒരുപാട് ഇംബാലൻസ് ഇവർക്ക് ഉണ്ടാവും. യൂട്രസിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുകയും അതുമൂലം ഹോർമോൺസിൻ്റെ ഒരുപാട് ഇംബാലൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ PCOD ഉള്ളവർക്ക്. മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ പ്രോബ്ലംസ് ഒക്കെ ഇവർക്ക് കണ്ടുവരുന്നു. ഇതൊന്നും കൂടാതെ ഫേസിൽ നിറയെ എക്നീസ് വരിക, അതുപോലെ ഡാർക്ക് സ്പോട്സ് ഒരുപാടുണ്ടാവുക, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസും കണ്ടുവരുന്നുണ്ട്. 18 വയസ്സ് മുതൽ ഒരു 30-40 വയസ്സ് വരെയുള്ള ലേഡീസിനൊക്കെയാണ് കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള ട്രബിൾസ് കണ്ടുവരുന്നത്. ചെറിയ കുട്ടികൾക്കാകുമ്പോൾ, അതായത് ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ കൂടുന്നതും കണ്ടുവരുന്നുണ്ട്. ഏത് അസുഖത്തിൻ്റെയും പോലെ തന്നെ PCODക്കും ഒക്കെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കേട്ടോ. എന്ത് ഭക്ഷണവും നമുക്ക് കഴിക്കാം എന്നുള്ളൊരു ധാരണയും വളരെ തെറ്റാണ്. എല്ലാ അസുഖങ്ങൾക്കും ഭക്ഷണ നിയന്ത്രണം അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ് PCOD ഉള്ളവർക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടത്തെ കാലത്തൊക്കെ ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, ഇതുപോലെ PCOD ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മൂലമാണ് കൂടുതലും കുട്ടികൾക്ക് PCOD, അതായത് ടീനേജ് ഏജ് ഗ്രൂപ്പിന് കൂടുതലായിട്ടും PCOD കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരു 35-40 ഏജ് ഒക്കെ ഉള്ള ലേഡീസിനും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. കൺസീവ് ചെയ്യാനും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ, അതായത് ഒരു 20-25 ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവർക്കാണെങ്കിലും ഈ PCOD ഒക്കെ മാരേജിന് മുമ്പ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ കൺസീവ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവപ്പെടും. PCOD വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഫസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെയിറ്റ് റിഡക്ഷൻ. ഒരുപാട് ഓവറായിട്ട് വെയിറ്റ് ഉള്ളവരാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് നിർത്തുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എപ്പോഴും ഡയറ്റ് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. ഒന്നും കഴിക്കാതെ, അതായത് വെജിറ്റബിൾസ് ഒക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഒന്നും നമുക്ക് പോസിബിൾ അല്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചേർന്നുള്ള ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റാണ് എപ്പോഴും PCODക്കൊക്കെ അഡ്വൈസബിൾ. ഞാൻ ഇന്നത്തെ ഡയറ്റ് പ്ലാനിൽ പറയുന്നത് എല്ലാം ചേർത്തുകൊണ്ട്, അതായത് ആയുർവേദവും പറയുന്നുണ്ട് കേട്ടോ. ആയുർവേദത്തിൻ്റെ ഒരുപാട് ഹെർബ്സ് ഇതിനൊക്കെ ഒരുപാട് എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറോപ്പതിയും ഡയറ്റും നമ്മുടെ അലോപ്പതിയും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക, അവരവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഇതൊക്കെ പകർത്തുക. എന്നാലും നിങ്ങളുടെ PCOD ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നതായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തലേ ദിവസം തുളസി ലീവ്സ് ഒരു 5-6 തുളസി ഇല മതിയാവും. അത് തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം കാലത്ത് തന്നെ അത് കുടിക്കാം. അരിച്ചെടുത്തതിന് ശേഷം വേണം കുടിക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ മാങ്ങയൊന്നും കഴിക്കാൻ പാടില്ല, മാമ്പഴമൊന്നും കഴിക്കാൻ പാടില്ല. അത് കട്ട് ചെയ്തിട്ട് ഒരു 3/4 കപ്പ് മതിയാവും. ആപ്പിൾ ആണെങ്കിലും കട്ട് ചെയ്തിട്ട് 3/4 കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു പോർഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ ഒരു പോർഷൻ സൈസ് ഫ്രൂട്ട്സ് രാവിലെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അത്രയും സമയം നമ്മൾ വിശന്നിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത്രയും സമയം PCOD ഉള്ളവർ ഒരുപാട് വിശന്നിരിക്കുമ്പോൾ ഹോർമോൺസിൻ്റെ ആക്ടിവേഷൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും നിങ്ങളിതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്ത് ആഹാര സാധനവും യൂസ് ചെയ്യാം. ഇഡ്ഡലി, ദോശ യൂസ് ചെയ്യാം. വീറ്റ്, മില്ലറ്റ്സ്, ഓട്സ്, റാഗി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. 25% നമ്മുടെ പ്ലേറ്റിൽ ഗ്രെയിൻസ്, അതായത് സീരിയൽസ് വേണം. 30% നമുക്ക് പ്രോട്ടീൻസ് ഉൾപ്പെടുത്താം. പ്രോട്ടീൻസിൽ മെയിനായിട്ട് വരുന്നത് പയറുവർഗ്ഗങ്ങൾ. ഏത് തരം പയറുവർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കുറഞ്ഞ അളവിൽ ഒരു 5 എണ്ണമൊക്കെ മതി. ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സ് യൂസ് ചെയ്യാവുന്നവരാണെങ്കിൽ, ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതിൽ നട്ട്സൊക്കെ കുറച്ച് ആഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. രാവിലെ എഗ്ഗ് യൂസ് ചെയ്യാം. അല്ലാത്ത ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. വെജീസ് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഫ്രൂട്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സിലൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ചായ, കോഫി കഴിയുന്നത്ര റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ, കോഫി ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാരയുടെ ഉപയോഗം എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ ഒഴിവാക്കുന്നതാണ് ബെറ്റർ.
പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കൊരു ഡ്രിങ്ക് യൂസ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഉപയോഗിക്കേണ്ടത്. വളരെ നല്ലൊരു ഡ്രിങ്കാണ്. ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറാനും എല്ലാ ഹോർമോൺസിനെയും ബാലൻസ് ചെയ്ത് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടെയാണിത്. ഒരു ആയുർവേദിക് ഡ്രിങ്കാണ്. 200 ml വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശതാവരി പൗഡർ യൂസ് ചെയ്യുക. 1/2 ടീസ്പൂൺ അശ്വഗന്ധ പൗഡറും ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടെ ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ. 200 ml ചൂടുവെള്ളത്തിൽ, നന്നായി തിളച്ച വെള്ളത്തിൽ വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. ഇത് വല്ലാത്തൊരു കയ്പുള്ള ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ശുദ്ധമായ ശർക്കര കിട്ടുവാണെങ്കിൽ അത് കുറഞ്ഞ അളവിൽ ആഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ബാലൻസിന് ഈ അശ്വഗന്ധയും ശതാവരിയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, ഈവൻ തൈറോയിഡിനും നല്ലൊരു ഡ്രിങ്ക് ആട്ടോ ഇത് യൂസ് ചെയ്യാം. ഇനി ലഞ്ച് വന്നു. ലഞ്ചിന് നമ്മൾ സാധാരണ മലയാളികൾ ചോറാണ് യൂസ് ചെയ്യുന്നത്. ചോറ് ഉപയോഗിക്കാം, ഫിഷ് ഉപയോഗിക്കാം, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പ്രൊബയോട്ടിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് തൈര് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഇലക്കറികൾ, പച്ച നിറത്തിലുള്ള ഇലക്കറികൾ യൂസ് ചെയ്യാം. ഫൈബർ കിട്ടാനായിട്ട് വാഴപ്പിണ്ടി, കുടപ്പൻ തുടങ്ങിയ ആഹാര സാധനങ്ങളും യൂസ് ചെയ്യാവുന്നതാണ് ലഞ്ചിന്. പോസ്റ്റ് ലഞ്ചിന് ഒരു നല്ലൊരു ടീ ഞാൻ പറഞ്ഞുതരാം. ഒരു ഹെർബൽ ടീ ആണിത്. ലഞ്ചിന് ഒരു 45 മിനിറ്റ്സിന് ശേഷം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 200 ml വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിടുക. ഇതിലേക്ക് ഒരു 4-5 പുതിനയുടെ ഇല ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുകപ്പട്ടയുടെ പൊടി സ്റ്റിക്ക് വാങ്ങിയിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഒരു ഹാഫ് ലൈം ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കുടിക്കാം. ഇനി ലൈം ജ്യൂസ് താല്പര്യം ഇല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ ആയാലും മതി. ആപ്പിൾ സൈഡർ വിനെഗർ ആണെങ്കിൽ ഏകദേശം ഒരു 5 ml ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ലൈം ജ്യൂസും ആപ്പിൾ സൈഡർ വിനെഗർ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്നെങ്കിൽ ലൈം ജ്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ. ഇത് മിക്സ് ചെയ്തിട്ട് പോസ്റ്റ് ലഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ടീ ടൈം ആയി. ടീ ടൈമിന് എന്താ യൂസ് ചെയ്യുന്നത്? ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കാം. ചിയ സീഡ്സിൻ്റെ പുഡിങ് ആ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചിയ സീഡ്സിൻ്റെ സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ മിൽക്ക് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. PCOD ഉള്ളവർ കഴിയുന്നത്ര പാല് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പൊരി യൂസ് ചെയ്യാവുന്നതാണ്. അവൽ ഉപയോഗിക്കാവുന്നതാണ്. അവൽ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ആ സമയം യൂസ് ചെയ്യാവുന്നതാണ്. പോപ്കോൺ യൂസ് ചെയ്യാവുന്നതാണ്. സീഡ്സ്, ഇപ്പോൾ പംകിൻ സീഡൊക്കെ റോസ്റ്റഡ് ആയിട്ടുള്ള പംകിൻ സീഡ്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടയൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയ യൂസ് ചെയ്യാം. പക്ഷേ ഒരെണ്ണം മാത്രമൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ടീ ടൈം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഡിന്നർ വരികയാണ്. ഡിന്നർ എപ്പോഴും നേരത്തെ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരുപാട് ലേറ്റ് ഡിന്നർ ഒരു അസുഖത്തിനും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിന്നർ ലേറ്റ് ആക്കരുത്, നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നറിന് ഓട്സോ മില്ലറ്റ്സോ ആണ് എപ്പോഴും നല്ലത്. റാഗി, തിന, ചാമ, വരാഗ്, കൂവരഗ്, ചോളം തുടങ്ങിയ ഒരുപാട് മില്ലറ്റ്സ് അവൈലബിൾ ആണ്. ഏത് മില്ലറ്റ്സ് വേണമെങ്കിലും ഡിന്നറിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഒരു കഷ്ണം മാത്രം ഉപയോഗിക്കാം. പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് പയറുവർഗ്ഗങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യുക. എപ്പോഴും ചിക്കൻ PCODക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ യൂസ് ചെയ്യാം. ഫിഷ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെമ്മീൻ, ഞണ്ട്, കക്കയിറച്ചി, കൂന്തൽ തുടങ്ങിയ ഷെൽഫിഷുകൾ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഡിന്നറിൻ്റെ ടൈമായി. ഡിന്നർ നേരത്തെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നറിന് എപ്പോഴും മില്ലറ്റ്സ് ആണ് നല്ലത്. റാഗി, തിന, ജാമ, വരാഗ്, കൂവരഗ് തുടങ്ങിയ ഒരുപാട് മില്ലറ്റ്സ്, അതുപോലെ ചോളം, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി എപ്പോഴും കുറച്ചിട്ട് മാത്രം. പോർഷൻ കൺട്രോൾ മസ്റ്റ് ആട്ടോ. ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് വാരി വലിച്ച് കഴിക്കാനൊന്നും പാടില്ല. ക്വാണ്ടിറ്റി നോക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഓട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടിയിട്ട് പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ചിക്കൻ PCODക്ക് അധികം നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ഇനി ചിക്കൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു 2 കഷ്ണമൊക്കെ വെച്ചിട്ട് കറി വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതാണ് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഉണ്ടാവത്തില്ല. PCOD, തൈറോയിഡൊക്കെ മാറുവാനും ക്യൂർ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഡയറ്റ് പ്ലാൻ. ഇനി കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. ഡയറ്റ് പ്ലാൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. വർക്കൗട്ട് കമ്പൽസറിയാണ്. 30 to 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യാം.
7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക. പ്ലാസ്റ്റിക്സിൻ്റെ അമിതമായ ഉപയോഗം ഒക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും, അത് കുറയ്ക്കുക. അതുപോലെ തന്നെ പെർഫ്യൂംസ്, എയർ ഫ്രഷ്നേഴ്സ്, ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പുറമേ നിന്നുള്ള ആഹാര സാധനങ്ങൾ ഒക്കേഷണലി യൂസ് ചെയ്യാമെന്നല്ലാതെ എപ്പോഴും ഉപയോഗിക്കരുത്. അതുപോലെ കേക്ക്സ്, പേസ്ട്രീസ്, ബേക്കറി ഐറ്റംസ് തുടങ്ങിയവയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യണം. വെള്ളം ധാരാളം കുടിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറുമ്പോൾ തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ കുറഞ്ഞു കിട്ടും. ഈ ഡയറ്റ് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിലീഫായിരിക്കും ഉണ്ടാവുക. അപ്പോൾ PCOD ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.